മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പര്യടനവും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പത്തനംതിട്ട മണ്ഡലത്തിലാണ് അദ്ദേഹം ഉള്ളത്. പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചരണാർത്ഥമാണ് മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തുന്നത്. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്നും സമഗ്ര വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് സുജു. ഗുഡ് മോർണിംഗ് കാവ്യ. അറിയാം, വലിയ തിരക്കുള്ള ദിവസമാണ്. മുഖ്യമന്ത്രി ഉണ്ട് ഇന്നവിടെ. രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. ഇന്നെങ്ങനെയാണ് ഈ പര്യടനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, അത് ബന്ധപ്പെട്ട് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? കാവ്യ, തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി തന്നെ മണ്ഡലത്തിലെ പ്രചാരണം മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നാണ് ഇന്നലെ പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് 3 പൊതുപരിപാടികളാണ് പത്തനംതിട്ടയിൽ. തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് 3 പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക. ഒന്ന് ആദ്യം 11 മണിക്ക് പത്തനംതിട്ട അടൂരിൽ, പിന്നീട് 5 മണിക്ക് പത്തനംതിട്ടയിലും പിന്നീട് കാഞ്ഞിരപ്പള്ളിയിലുമാണ് മുഖ്യമന്ത്രിയുടെ പൊതുയോഗം നടക്കുക. ഇന്നലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഓരോ യോഗങ്ങളിലും ഏതാണ്ട് 10,000-ലധികം ആളുകൾ എത്തുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രതീക്ഷ പങ്കുവെക്കാൻ കാരണം ഈ തോമസ് ഐസക് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ നടത്തിയ റോഡ് ഷോ മുതൽ ഇന്നലെ വരെ ഇന്നലെ കൊടുമണ്ണിൽ ആരംഭിച്ച പര്യടനത്തിൻ്റെ 7ാം ദിവസം മണ്ഡല പര്യടനത്തിന് അതുവരെ ഉണ്ടാകുന്ന ജനപങ്കാളിത്തം വലിയ തോതിലുണ്ട്. അതുതന്നെയാണ് ഇന്ന് ഐസക് പറയുന്നത്. ഇന്ന് 10,000-ലധികം ആളുകൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഓരോ യോഗങ്ങളിലും എത്തുമെന്ന്. അതായത് വലിയ ഒരു പ്രതീക്ഷയാണ് LDFനെ സംബന്ധിച്ചോളം ഈ മണ്ഡലത്തിൽ വെച്ച് പുലർത്തുന്നത്. കഴിഞ്ഞ 3 ടേമായിട്ട് ആന്റോ ആന്റണിയാണ് പത്തനംതിട്ടയിൽ വിജയിക്കുന്നതെങ്കിൽ ഇത്തവണ പത്തനംതിട്ടക്കാർ മാറി ചിന്തിക്കുമെന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നു. ആ ആത്മവിശ്വാസത്തിന് ശക്തി പകരുന്ന കാഴ്ചകൾ തന്നെയാണ് പ്രചരണത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്ന. വലിയ തോതിൽ ആളുകൾ എത്തുന്നു. തോമസ് ഐസക് പറയുന്ന പോലെ തന്നെ ഒരുപക്ഷെ ഇത്തരം പൊതുയോഗങ്ങളിൽ അല്ലെങ്കിൽ കോർണർ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ ശേഷി ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ എത്തുന്നത് സ്വാഭാവികമായിരിക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതായത് തോമസ് ഐസക് ഈ മണ്ഡല പര്യടനം നടത്തുമ്പോൾ ഈ അനൗൺസ്മെൻ്റൊക്കെ കേട്ട് ധാരാളം ആളുകളാണ് കടകളിൽ നിന്ന്, വീടുകളിൽ നിന്നൊക്കെ ഓടിയെത്തി തോമസ് ഐസക്കിന് അഭിവാദ്യം അറിയിക്കാൻ എത്തുന്നു. അതുപോലെ തന്നെ അങ്ങനെ വിവിധ അപ്രതീക്ഷിത കോണുകളിൽ നിന്ന് ഉൾപ്പെടെ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രചരണത്തെത്തുമ്പോൾ തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർക്കിടയിൽ ഇരട്ടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാകില്ല. കാവ്യ. ശരി, സുജു ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ന് മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. അവിടെ ജനങ്ങളെ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയും സംസാരിക്കുന്നുണ്ട്.